ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ ഇറാന് ശേഷം അമേരിക്ക ഉപരോധിക്കുകയാണ്. അമേരിക്കൻ നാവികസേനയാണ് ഹോർമൂസ് കടലിടുക്കിലേക്ക് തങ്ങൾ ഒരു കപ്പലുകളെ പോലും പ്രവേശിപ്പിക്കുകയില്ല, അല്ലെങ്കിൽ കപ്പലുകളെ പോലും കടത്തിവിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ഇടയിലാണ് ചൈനീസ് കപ്പൽ സധൈര്യം ഹോർമൂസ് കടലിടുക്കിലേക്ക് ഇടിച്ചു കയറിയ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ ആ ചൈനീസ് കപ്പലിന് ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ഇപ്പോഴിതാ ട്രംപിന്റെ ഉപരോധത്തിനെതിരെ ചൈന തങ്ങളുടെ വലിയ നാവികസേനയെ അഴിച്ചുവിടുമോ എന്നുള്ള ചോദ്യമാണ് മാധ്യമങ്ങൾ ഉയർത്തുന്നത്. ഇറാൻ യുദ്ധത്തിലുടനീളം ചൈന നിശബ്ദനായ കാഴ്ചക്കാരനായിരുന്നു. എന്നാൽ ട്രംപിന്റെ ഹോർമൂസ് കടലിടുക്കിലെ നാവിക ഉപരോധം സ്ഥിതിയുടെ സമൂലമായിട്ടുള്ള മാറ്റത്തിന് കാരണമായി. ചൈനയുടെ ഊർജ്ജത്തിന്റെ ഭൂരിഭാഗവും ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത്. അപ്പോൾ ചൈന തങ്ങളുടെ വലിയ നാവികസേനയെ ആ ജലപാതയ്ക്ക് സമീപം ഒഴുക്കിവിടുമെന്ന ഭയം നിലനിൽക്കുന്നുണ്ടോ എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ചോദിക്കുന്നത്. ട്രംപ് ഇറാനിൽ കാലുറപ്പിക്കാൻ പ്രധാന കാരണം മിഡിൽ ഈസ്റ്റിലെ ചൈനയുടെ വലിയ രീതിയിലുള്ള സ്വാധീനമാണ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ നിലവിൽ നിരീക്ഷിക്കുന്നത്. ചൈന വളർന്നു വരുന്നത് ട്രംപിന് പിടിക്കുന്നില്ല, ട്രംപിന് അത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രംപ് ഇറാനിൽ കാലുറപ്പിക്കാൻ പ്രധാന കാരണം മിഡിൽ ഈസ്റ്റിലെ ചൈനയുടെ ചെറിയൊരു സാന്നിധ്യമാണ്. എന്നാൽ ഇപ്പോൾ ചൈന പതുക്കെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു. ഇതിന്റെ എല്ലാം കേന്ദ്രം ഹോർമൂസ് കടലിടുക്കാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചൈനയുടെ ഊർജ്ജ പ്രവാഹത്തിന്റെ 40% ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത്. തൽഫലമായി ഈ സംഘർഷത്തെക്കുറിച്ച് ചൈന യുഎസിന് വളരെ കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകി. ഈ നീക്കം സംഘർഷത്തിന് കാരണമാകുമെന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. അതായത് ചൈന പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ യുദ്ധത്തിലേക്ക് ഇറങ്ങും എന്ന് തന്നെയാണ്. ചൊവ്വാഴ്ച യുഎസ് ഉപരോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ ഒരു ചൈനീസ് എണ്ണക്കപ്പൽ സ്വന്തം ഇറാനിയൻ തുറമുഖത്തേക്ക് മടങ്ങിയതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. ന്യൂസ് ഡെസ്ക് മലയാളം.